അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ ഫീഡുകളിലൊക്കെ ഒരുപാട് വരുന്ന കേരളത്തിൽ വളരെ പോപ്പുലറായ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകളിൽ ഒന്നാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ആളുകളുടെ കെയർ ഓഫിൽ വരുന്ന നറുക്കെടുപ്പുകൾ. ആ നറുക്കെടുപ്പുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വിവാദങ്ങൾ പലതരത്തിലാണ്. ആ വിവാദങ്ങളിൽ തമാശകളുടെ എലമെന്റ് ഉണ്ട്, വളരെ സീരിയസ് ആയ ചില പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക തട്ടിപ്പുകൾ ആരോപിക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത്തരം പല ഫാക്ടറുകളാണ് ആളുകളുടെ ഫീൽഡിൽ ഒരുപാട് സാധനം വരാനും അവരോട് ഒരുപാട് ഷെയർ ചെയ്യാനും ഒക്കെ കാരണം. നമ്മൾ അതിലേക്കൊന്നുമല്ല കിടക്കുന്നത്. നമ്മൾ ഇതിങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ ഇത് ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്, ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഇത് ഹലാലാണോ ഇങ്ങനെ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നത്, നറുക്കെടുപ്പിലൂടെ ഒരു പ്രൈസ് മണി കിട്ടുന്നത്, അത് ഉപയോഗിക്കുന്നതൊക്കെ ഹലാലാണോ, ഇസ്ലാമിക്കലി ഇത് അനുവദനീയമാണ്, അലൗഡാണോ? ഇസ്ലാം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് അൽ മൈസിർ എന്ന് പറയുന്നത്. അള്ളാഹു വിരോധിച്ചിട്ടുള്ള സമ്പത്തിലൊന്നാണ്. അത് കള്ളിനോട് ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മൈസിർ എന്ന് പറയുന്നതിൽ നമ്മൾ പറയുന്ന ലോട്ടറി, അതേപോലെ തന്നെ ചൂതാട്ടം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. അപ്പോൾ ഈ മൈസിർ എന്നുള്ള വാക്കിനെ ചില മുഫസ്സിരീങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു തരത്തിലുള്ള അധ്വാനം ഇല്ലാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന പണം ഏതാണോ ഇതൊക്കെ എന്തായി പരിഗണിക്കണം, മൈസൂറായിട്ട് പരിഗണിക്കണം എന്നുള്ളതാണ്. ഈ നറുക്കെടുപ്പിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നറുക്കെടുക്കുന്ന സമത് ക്യാഷ് ഇടുന്നുണ്ട്, ഞാനും ക്യാഷ് ഇടുന്നുണ്ട്, വേറെ ആളുകൾ ക്യാഷ് ഇടുന്നുണ്ട്. എൻ്റെ നിയത്ത് എന്താ? എനിക്ക് ആ സമ്മാനം കിട്ടണം എന്നുള്ളതാണ്. അവിടെ സമതിന് നഷ്ടം ഉണ്ടാകുമ്പോൾ എനിക്ക് ലാഭം ഉണ്ടാകും. അതിപ്പോ 100 ആളുകൾ പങ്കെടുക്കുന്ന നറുക്കെടുപ്പിൽ ഞാനും നിങ്ങളും കാശ് കൊടുത്തുകൊണ്ട് പങ്കാളിയായി. നിങ്ങളുടെ എൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിലൂടെയുള്ള 1ാം പ്രൈസ് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ മിസ്ബാക്ക് പ്രൈസ് കിട്ടുമ്പോൾ എനിക്കും ബാക്കി 99 ആളുകൾക്കും നഷ്ടം ഉണ്ടാവും, 98 ആളുകൾക്കും, ഞങ്ങളടങ്ങുന്ന 99 ആളുകളുടെ കൂട്ടം. യെസ്, ഈ 99 ആളുകളുടെ പണം മിസ്ബാക്ക് കിട്ടുന്നു. 99 ആളുകളും ആ പണം നിക്ഷേപിച്ചതിന് 1 ലക്ഷം മാത്രമേ ഉള്ളൂ. വേറൊരു അധ്വാനത്തിന്റെ പിന്നിൽ മിസ്ബാക്ക് ഇല്ല, ആർക്കും ഒരു എഫേർട്ടും ഇല്ല. ഒറ്റ ഉദ്ദേശം എല്ലാവർക്കും ഉള്ളൂ, അതിന്റെ ക്യാഷ് പ്രൈസ് കിട്ടണം എന്നുള്ളത്. അതിൽ 99 ആളുകൾ നിരാശ വരുന്നു, നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നു. അവിടെ സമത് എനിക്ക് ഒരിക്കലും അത് എൻ്റെ പൈസ പോയി ശരി, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് തരുന്നൊരു സംഗതി അല്ലല്ലോ. എനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ടാണ് അതിലൂടെ ആ പണം എടുക്കുന്നത്. ഒരിക്കലും ഞാൻ തിരിച്ചു തരികയില്ല. ഇനി ഖുർആൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഹറാമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്കിടയിൽ ഒരു ഹദാവത്ത് ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കുള്ളൂ. അതിൻ്റെ ഹിക്മത്ത് അതാണ്. എന്തുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ലോട്ടറി അടിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക. അതിൻ്റെ പിറ്റത്തെ ദിവസത്തെ തന്നെ നമ്മൾ പത്രത്തിൽ കാണുന്നു, അല്ലെങ്കിൽ ന്യൂസിൽ കാണുന്നു, ഇവരുടെ വീടുകളിലേക്ക് ആളുകൾ കടന്നു ചെല്ലുകയാണ്. പൈസ വെച്ചിട്ട് നിനക്ക് ലോട്ടറി അടിച്ചല്ല പൈസ വെച്ചിട്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് തോന്നുന്നു, ഒരാൾ വീട് മാറിപ്പോവുകയാണ്. ആര് ഒരുപാട് സമയങ്ങളിൽ ഇത് ചില വർഷങ്ങളിലൊന്നും ലോട്ടറി അടിച്ച് ആരാന്ന് അനൗൺസ് ചെയ്യാറില്ല, മുഖം പുറത്തേക്ക് വരാറില്ല. കാരണം ജസ്റ്റ് നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരാൾക്ക് 1 കോടി രൂപ കിട്ടിയെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്ന ഒന്ന് ആലോചിച്ചോക്കെ, എന്തായിരിക്കും അവിടെ സംഭവിക്കുന്ന കാര്യം? ഇന്നലെ ഇല്ലാത്ത 1 കോടി രൂപ ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ ആവശ്യമുള്ള എത്ര ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തും? അതിൽ എത്ര ആൾക്ക് നിങ്ങളെ സമ്പത്ത് കൊടുക്കാൻ പറ്റും? കൊടുത്താൽ ഒരാൾക്കൊരു കുറച്ച് സമ്പത്ത് കൊടുത്തു, 2-3 ലക്ഷം കൊടുത്തു വിചാരിച്ചു, അയാൾ തിരിച്ചു തരും. അത് 1 കോടി അവൻ്റെ കയ്യിലുണ്ട്. ഈ 2-3 ലക്ഷം കിട്ടിയിട്ട് അവന് എത്ര അർജന്റ്? സ്വാഭാവികമായിട്ടും ആ ട്രാൻസാക്ഷൻ മൊത്തത്തിൽ പ്രശ്നമാവുക ചെയ്യുക. അഥവാ ഒരുപാട് ആളുകൾ ആ സമ്പത്ത് ചോദിച്ചു വരും. ആരടുത്തും നോ പറയാൻ പറ്റൂല, കാരണം എല്ലാവർക്കും അറിയാം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സമ്പത്ത് ഉണ്ടെന്നുള്ളത്. ആ നോ പറയാതെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും ആ കൊടുത്ത ഒരാൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിരിച്ചു തരൂല, അല്ലെങ്കിൽ തിരിച്ചു തരാനുള്ള ഒരു വേഗത സ്വാഭാവികമായിട്ടും കുറയും ചെയ്യും. അഥവാ മുഴുവനായിട്ട് ആ ബന്ധങ്ങളിൽ എന്ത് ചെയ്യാണ്, വലിയ വിള്ളലുകൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. ഒരു കുറി എടുക്കുക, കുറിയിൽ 10 ആളുകൾ ചേർന്ന് കരുതിയോ, 10 നറുക്കെടുപ്പ് എടുക്കുന്നുണ്ടല്ലോ. അത് ഓരോ മാസവും, അല്ലെങ്കിൽ എത്ര കുറിയാണ് എടുക്കുന്നത്, എത്ര നടക്കാണ് എടുക്കുന്നത്, ആ ഓരോ സമയത്തും അത് പണം ഇട്ട ആളുകൾക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ അത്ര ആൾക്കാർ പണം ഇട്ടിട്ടുണ്ടോ അത്ര ആളുകൾക്ക് അതിലുള്ള സമ്പത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ലോട്ടറിയിലോ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വിവിധ അതെ നറുക്കെടുപ്പുകളിൽ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നില്ല. എല്ലാവരും പണം ഇടുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പുറകിൽ വേറെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ നടത്തിപ്പുകാരെ കുറിച്ച് കൃത്യമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ തന്നെയുള്ള ലോട്ടറി ഒക്കെ നിങ്ങൾ 25 കോടിയൊക്കെയാണ് അതിന്റെ വലിയ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ അതിലൂടെ സമ്പാദിക്കുന്ന എത്ര? 500 രൂപയാണ് ഒരു ലോട്ടറിക്ക് വരുന്നതെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് കാലത്തെ ഒരു കണക്ക് അനുസരിച്ച് 16 ലക്ഷം ആൾക്കാർ അത് എടുത്തിട്ടുണ്ടെന്നാണ്. ഒന്ന് വെറുതെ കണക്കൂട്ടി വെക്കുക. അപ്പോൾ ആ കണക്കൂട്ടി എടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന എത്രയാണ്? അപ്പൊ ഇതിലൂടെ ആളുകളുടെ ഒരു ദുരാഗ്രഹത്തെ മുതലെടുത്ത് ഒരു വിഭാഗം ആളുകൾ
നടത്തുന്ന രീതിയിലേക്കാണ് നമുക്ക് അത് ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ആഗ്രഹം കൊണ്ടൊരു ഉപകാരമല്ല. അപ്പോ എത്ര ആളുകൾ ഒരുപാട് എല്ലാ കൊല്ലം ലോട്ടറി അടിക്കുന്ന ആളുകളുണ്ട്. ഒരു ക്യാപിറ്റലിന്റെ പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ, മൂലധനത്തിന്റെ പോസിറ്റീവ് നോക്കുകയാണെങ്കിൽ വലിയ എമൗണ്ട് ആണിത്. ഈ എമൗണ്ട് കിട്ടി എത്ര ആളുകൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ടോ മറ്റോ വിജയിക്കുന്നുണ്ട്? അത് കഴിയില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്ഥിരമായി 15,000 രൂപ വരുമാനമുള്ള 20,000 രൂപ വരുമാനമുള്ള എനിക്ക് പെട്ടെന്ന് ഇത്രയും രൂപ വന്നാൽ എൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിന് അതിനെ താങ്ങാൻ കഴിയില്ല, അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ക്യാഷ് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും അറിയുന്നില്ല, ഞാൻ രഹസ്യമായിട്ട് അത് കീപ്പ് ചെയ്ത് പോലും എനിക്ക് ആ തുക കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഗ്രാജുവലി വളർന്നതാണെങ്കിൽ, എനിക്കൊരു പരിണാമം ഉണ്ടായതാണെങ്കിൽ എൻ്റെ സമ്പത്ത് ഇങ്ങനെ കൂടി 20,000 ഒരു മാസം 50,000 വരുന്ന അവസ്ഥയിലേക്കും 1 ലക്ഷം വരുന്ന അവസ്ഥയിലേക്കും 2 ലക്ഷം വരുന്ന അവസ്ഥയിലേക്കും കൂടി 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 വരികയാണെങ്കിൽ എനിക്ക് എൻ്റെ പ്ലാനും ഇങ്ങനെ പതുക്കെ ഇവോൾവ് ചെയ്ത് വരും. മറ്റേത് എനിക്ക് പെട്ടെന്ന് ക്യാഷ് ഇട്ടാണെങ്കിൽ എനിക്കത് സയന്റിഫിക്കലി ഡീൽ ചെയ്യാൻ കഴിയില്ല. ഇനി അങ്ങനെയൊക്കെ ലോകത്ത് തന്നെ അത് അത്തരത്തിലുള്ള വലിയ എക്കണോമിസ്റ്റുകളുടെ കയ്യിലൊക്കെ കൊടുത്ത് ഏൽപ്പിച്ച് സയന്റിഫിക്കലി പ്ലാനൊക്കെ ചെയ്താൽ വളരെ റയറസ്റ്റ് ഓഫ് ദി റയർ കേസുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് ഉപകാരമില്ല. നേരെ മറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇത് നടത്തിപ്പുകാർക്കാണ് വലിയ ഹ്യൂജ് ഭീമൻ ലാഭം കിട്ടുന്നത് എന്നുള്ളതാണ്. ആളുകളെ ചൂഷണം ചെയ്യാന്നുള്ളത് തന്നെയാണ് നടത്തുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്നില്ല, ഒരുപാട് ആളുകളുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഖുർആൻ വളരെ കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി പറയുന്നുണ്ട്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അതിൽ വലിയ തെറ്റുണ്ട്. ഇപ്പൊ മനാഫിഉ ലിന്നാസ്, ചില ആളുകൾക്കൊക്കെ അതിലൂടെ ഉപകാരമുണ്ട്. വ ഇസ്മുഹുമാ അക്ബർ മിൻ നഫഇ. അതിന്റെ പ്രയാസമാണ്, അതിന്റെ ഇസ്മാണ്, തെറ്റാണ്, പാവാണ്, നന്മയൊക്കെ കൂടുതൽ. അതിന്റെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പം വല്ലാതെ വരാത്തൊരു വാർത്തയാണത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒന്നില്ല, ലോട്ടറി എടുത്ത് അടിച്ചു നോക്കുന്ന സമയത്ത്, നമ്പർ നോക്കുന്ന സമയത്ത് റിസൾട്ട് വന്നപ്പോൾ 1-2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഇവൻ്റെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊന്നിട്ട് അയാളത് എടുക്കുമെന്ന് പേടിച്ചിട്ട് ഈ ആളുകൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ ആദാവത്താണ്. ഈ ആദാവത്തും പേടിയും സംഗതികളൊക്കെ ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രം ആലോചിക്കരുത്. ഇത് ഒരു നറുക്കെടുപ്പോ അല്ലെങ്കിൽ ഒരു ലോട്ടറിയെ കുറിച്ച് മാത്രം ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ആധുനിക ലോകത്തിൽ നടക്കുന്ന ചില നമ്മൾ പറയാറില്ല, ഒരുപാട് ആപ്പുകളിലൂടെയുള്ള റമ്മി സർക്കിൾ, അതേപോലെ തന്നെ ഡ്രീം 11, മൈ 11 സർക്കിളൊക്കെ പോലത്തെ പോപ്പുലർ ആണ്. അതിൽ അത്ര പോപ്പുലർ അല്ലാത്ത ഒരുപാട് ആപ്പുകളുണ്ട്. അഥവാ ഇവിടെയൊക്കെ നടക്കുന്ന തന്നെയാണ്. ആളുകൾ ക്യാഷ് കൊടുക്കുന്നു, പേയ്മെന്റ് കൊടുക്കുന്നു, എന്നിട്ട് അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു. അവിടെയൊക്കെ വരുന്നൊരു വ്യത്യാസമാണ്. ഒരു തന്ത്രപരമായിട്ടുള്ളൊരു ഗെയിം അവരെ കൊണ്ട് കളിപ്പിക്കുന്നു. ഇപ്പോൾ ഡ്രീം 11 ആണെങ്കിൽ ഏറ്റവും ഒരു ക്രിക്കറ്റ് കളി നടക്കാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ലൊരു 11 തിരഞ്ഞെടുക്കാൻ പറയുന്നു. ആ തിരഞ്ഞെടുക്കുന്നത് എത്രത്തോളം ശരിയാകും അത്രത്തോളം എന്ത് ചെയ്യും, ഇവർക്ക് ക്യാഷ് കിട്ടും എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് അതിന്റെ വേറെ പ്രശ്നം, മറ്റൊരു ഭാഗത്ത് അതിൽ തെറ്റുന്ന ആളുകൾക്ക് പണം പോകുന്നുണ്ട്. അതാ ഇപ്പൊ ഞാൻ പേയ്മെന്റ് കൊടുത്തു, ഞാൻ എടുത്ത 11 അത്രത്തോളം മികച്ചത് അല്ലെങ്കിൽ എന്റെ പേയ്മെന്റ് പോയി, ഞാൻ പേയ്മെന്റ് കൊടുത്ത് ഞാൻ എടുത്ത 11 അത്യാവശ്യം നല്ലതാണെങ്കിൽ എനിക്ക് പേയ്മെന്റ് കിട്ടും. അഥവാ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ കാശ് വരുന്നു, ഒരുപാട് ആളുകൾക്ക് നഷ്ടം ഉണ്ടാകുന്നു, ഒരുപാട് ലാഭം ഉണ്ടാകും. ഇത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്പത്ത് കൊടുത്തുകൊണ്ടുള്ള ഒരു നറുക്കെടുപ്പ് ഹറാമാകുന്നത് പോലെ ഇതും സംശയമില്ല. കാരണം അതിന്റെ ഒരു കാര്യം പറയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ IPL നടന്നുകൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ ആളുകളുടെ ചില സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ മതി. എന്റെ 9 രൂപ ഇന്നലെ പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ വെറുതെ സ്റ്റാറ്റസ് ഇട്ടാണ് 9 രൂപ. അപ്പൊ അതിന്റെ കമന്റ് ഇങ്ങനെ നോക്കുന്നത് എന്റെ 9 പോയി, എത്ര പോയിട്ടുണ്ടെന്ന്. അപ്പൊ കിട്ടിയതിനെ കുറിച്ച് ആളുകൾ ആരും ഒന്നും പറയുന്നില്ല. അതിന് മാത്രം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ അതിലൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നടത്തുന്ന ആളുകൾക്കാണ്. പിന്നെ നമ്മളൊന്ന് വെറുതെ യൂട്യൂബ് എടുത്തൊരു വീഡിയോ കാണുമെങ്കിൽ ഫസ്റ്റ് വരുന്ന പരസ്യം ഇതിനുള്ള പരസ്യം. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ChatGPT ഇതിന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ 2021 ഇത് 8 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോട്ടൽ വർത്ത് 8 ബില്യൺ എന്ന് പറയുന്നത് 800 കോടി. ഒരു പണിയില്ലാത്ത ഒരു ആപ്ലിക്കേഷൻ തുറന്നിടൽ മാത്രമാണ് പണി കേട്ടോ. പ്ലസ് ഇപ്പോഴത്തേക്ക് ഒരു 10 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ എസ്റ്റിമേറ്റ്. 10 ബില്യൺ കിട്ടുന്നത്. എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒരു വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടോ? നത്തിങ്. ഒരു ആപ്ലിക്കേഷൻ തുറന്നിടുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരുടെ എന്താ പറയുക സർവീസ്. അതിലാണ് അവർക്ക് ഇത്രത്തോളം പേയ്മെന്റ്. ഓക്കെ, ഒപ്പം ഒരു കാര്യം പറയുള്ളത്, ഇപ്പോൾ നേരത്തെ നമ്മൾ നറുക്കെടുപ്പ് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയതാണ്, അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മാന കൂപ്പണൊക്കെ നമ്മളൊരു ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തുള്ള സമ്മാന കൂപ്പണുകളും ഈ ഹറാമിന്റെ ഗണത്തിൽ വരുമോ എന്നുള്ളത്. സമ്മാന കൂപ്പൺ നമ്മൾ ഒരിക്കലും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അതായത് വേറൊരാൾക്ക് പണം ചെലവാക്കിയിട്ട് സമ്മാന കൂപ്പൺ എന്തിനു വേണ്ടിയിട്ടാണ്? അതും അതിന്റെ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഉപകാരം ഉണ്ടാവുന്നത്. കാരണം എന്താണ്, ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ള രീതിയിലാണ് അവരുടെ ലാഭത്തിൽ നിന്നാണ് നൽകുന്നത്. ആരുടെ?
നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കടക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് തരുന്ന ആളുകളോ ഒക്കെ നമുക്ക് അവരുടെ ലാഭത്തുനിന്ന് പറയുന്ന മൈസൂർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുന്ന ഇപ്പൊ ഗീവ് അവേകൾ ചിലതുണ്ടാവുമല്ലോ. ഗീവ് അവേ നടത്തുന്ന എന്തിനാ? അവരുടെ പേജിന് ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. ഞാൻ പണം ചെലവാക്കുന്നില്ല. അവിടെ വേറൊരാൾക്ക് കിട്ടി കഴിഞ്ഞാൽ അത് അവന്റെ ഒരു ഭാഗ്യം പൊതുവെ നമ്മളങ്ങനെ പറയാറില്ല. പക്ഷെ അവന് കിട്ടിയിട്ടുള്ളൊരു കാര്യം എന്നുള്ള സ്റ്റോറിയുള്ള ഒരു രീതിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1-2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഏറ്റവും എളുപ്പമായിട്ട് നമ്മളിലേക്ക് കിട്ടുന്ന പണം, അതായത് യാതൊരു പണിയില്ല, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല, നമുക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. അങ്ങനെ വരുന്ന ഏത് പണം ഇതാണ് മൈസൂർ. രണ്ടാമത്തത്, ഒരാൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ മറ്റൊരാളുകൾക്ക് നഷ്ടമുണ്ടെങ്കിൽ അതെന്താണ് മൈസൂരിന്റെ ഗണത്തിൽ വരാവുന്ന. ഇതിലിപ്പോ ഗീവന്റെ അല്ലെങ്കിൽ സമ്മാന കൂപ്പണിന്റെ കാര്യത്തിൽ ആദ്യത്തെ കാര്യമുണ്ട്, വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെയാണ്. പക്ഷെ അതിപ്പോ ആ എഫേർട്ട് ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രം സാധനം ഹറാമാവില്ലല്ലോ. ഇപ്പൊ നമ്മള് ഒരു കൂട്ടം നിൽക്കണം, കൂട്ടത്തിൽ നിന്ന് 100 ആളിൽ ഒരാളെ വിളിച്ചിട്ട് ഒരാൾ 1000 രൂപ കൊടുക്കണമെങ്കിൽ മറ്റൊരാളുടെ കയ്യിലുള്ള അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇല്ലാതെ എന്നിലേക്ക് എത്തുന്നു. ഇത് ഇപ്പോ ഇന്നത്തെ പറഞ്ഞ ഒരു 100 ആള് കൂട്ടത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ സെൽഫി ചെയ്തിട്ട് ഒരാൾ 1000 രൂപ കൊടുത്താൽ 1000 രൂപ വാങ്ങുന്നത് ഹറാമല്ല. ഒരാൾ സ്വതക്കായിട്ട് വേണമെങ്കിൽ 1000 രൂപ കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൊടുക്കുന്ന എന്തിനാണ്, ഇവിടെ ഇപ്പോൾ ഗീവ് ഇവന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കടകളുടെ സമ്മാന കൂപ്പൺ 2000 രൂപക്ക് അപ്പുറം വാങ്ങിയാൽ സമ്മാന കൂപ്പൺ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ സമ്മാന കൂപ്പൺ കൊടുക്കുന്നത് എന്തിനാണ്, അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അത്തരം മാർക്കറ്റിങ്ങുകൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നത് കൊണ്ട് ഈ ആള് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടും അതേപോലെ തന്നെ അത് വേറൊരാളുടെ ഒരു സമ്പത്ത് തട്ടിപ്പറിക്കുന്ന വിവിധ അല്ലാത്ത രൂപത്തിലും ആയതുകൊണ്ട് അത് ആ മൈസൂരിന്റെ ഗണത്തിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ നേരത്തെ സമ്മാന കൂപ്പണിന്റെ പറഞ്ഞപ്പോഴേ ഈ സമ്മാന കൂപ്പന്റെ രീതിയിൽ ഒരുപാട് നിബന്ധനകൾ പറയാനുണ്ട്. നേരത്തെ പറഞ്ഞ 2000 അതെ, ആ നിബന്ധനകളൊന്നും ഇല്ലാതെ ആ രീതി. കാരണം പിന്നെ നമ്മൾ പറയുന്ന പോലെ ഒരാൾ 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലേ സമ്മാന കൂപ്പൺ കിട്ടുള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്തു, 1200 1500 നിർത്തിയ ആള് ഈ സമ്മാന കൂപ്പണ് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇത് അടിക്കാൻ വേണ്ടിയിട്ട് 200 രൂപക്ക് എക്സ്ട്രാ അയാൾക്ക് ആവശ്യമില്ലാത്തൊരു സാധനം വാങ്ങാൻ. അങ്ങനെ വാങ്ങിയിട്ട് അയാൾ ഇതിന് വേണ്ടി എഫേർട്ട് ഇടുമ്പോ അതും ഒരു പ്രശ്നമായിട്ട് പരിഗണിക്കേണ്ടതാണ്. അത് യാതൊരു നിബന്ധനയും അതിൽ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലുള്ള സമ്മാന കൂപ്പണ് ആരും ഹറാമാക്കിയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേക ഇതിനായിട്ട് വരുമ്പോൾ അത് പ്രശ്നം. ഈ സമ്മാനത്തിനായിട്ട് അല്ലെങ്കിൽ ഈ നേട്ടത്തിനായിട്ട് ഒരുപാട് ആളുകൾ ഫിനാൻഷ്യലി പ്രത്യേക ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, മൈസൂർ ലഹു എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതായത് പണമൊന്നും വരുന്നില്ല, പക്ഷെ ഒരു രസത്തിന് വേണ്ടി ഇപ്പം ചീട്ട് വെറുതെ കളിക്കുന്നത്, അത് ഭാവിയിൽ എങ്ങോട്ട് എത്താം, ഈ മൈസൂരിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യണം, അതിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടതാണ്. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ലുഡോ ബോർഡ് വരെ ഹറാമാക്കിയിട്ടുണ്ട്. ലുഡോ ബോർഡ് പൈസ വെച്ച് കളിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. വെറുതെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ചീട്ടൊക്കെ വെറുതെ കളിക്കുന്ന ആളുകൾ അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് ചില ഫത്വകൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കാരണം അത് ഭാഗ്യ പരീക്ഷണമാണ്. ആ രീതിയിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം അത്തരം ഒരു സാധ്യത ഇല്ലാത്ത നമ്മുടെ നാട്ടിലൊന്നും ലുഡോ സമ്പത്ത് കളിക്കുന്ന ഒരു സാഹചര്യമേ ഇല്ല. അങ്ങനത്തെ സാഹചര്യമേ ഇല്ലാത്ത നാടാണ്. അവിടെ അങ്ങനത്തെ ഒരു രീതിയല്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നോർമൽ ഗെയിം പോലെ അത് കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും പിന്നെ ആ ഒരു രീതിയിലുള്ള മൈസൂരിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും അടക്കുക എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണെങ്കിലും, ആധുനികമായ ഏത് രീതിയാണെങ്കിലും, നറുക്കെടുപ്പാണെങ്കിലും അവിടെയൊക്കെ വരാറുള്ള ഒരു സംഗതി ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതിലൊരാളെ സഹായിക്കുന്നില്ല. കാരുണ്യ ലോട്ടറിയിലൂടെ കുറച്ചാളുകൾക്ക് ഈ രീതിയിലുള്ളത് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴും അവിടെ എന്തുണ്ട്, ഒരുപാട് ഇസ്മുകൾ നടക്കുന്നുണ്ട്. ലോട്ടറി ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ലോട്ടറി എടുത്ത് സമ്പത്ത് അനേകം കളഞ്ഞ് ആത്മഹത്യ ചെയ്ത് എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. പോരാത്തിന് ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഏതൊരു ഇങ്ങനെയുള്ള ഈ ആപ്പുകൾ എടുത്ത് വെക്കുകയാണെങ്കിലും അതിനിടയിൽ പരസ്യമുണ്ട്, ഇത് അഡിക്ഷന് കാരണമാകുന്നുണ്ട്. പക്ഷെ അത് 2x 3xലായിരിക്കും വോയിസ് പോകണം. ആ പരസ്യം ശ്രദ്ധിച്ചാൽ മതി. അവര് ഒരുപാട് പരസ്യത്തിന്റെ വാചകങ്ങൾ വളരെ നോർമലി പറഞ്ഞിട്ട് ഈ ആപ്പ് അഡിക്ഷനും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നുള്ള വോയിസ് പറയുന്നത് 2xലോ 3xലോ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാത്ത രീതിയിൽ പറഞ്ഞിങ്ങനെ സ്പീഡിൽ പോകുന്ന രീതിയായിരിക്കും. കാരണം അവർക്കറിയാം നമ്മൾ ചൂഷണം ചെയ്യാണ്, നമ്മൾ എന്നുള്ള കാശ് അവർ കക്കാണ്, മോഷ്ടിക്കാനുള്ള അവർക്കറിയാം. അത് നമ്മളെങ്ങനെയെങ്കിലും അറിയരുത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും അതുകൊണ്ട് അവെയർ ആവരുത് എന്നുള്ളതാണ് അവർ അത്തരത്തിൽ അത് പറയുന്നത്. എന്നാൽ ലീഗലി ചില കാര്യങ്ങൾ അവരെ കൊണ്ടത് പറയാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നതാണ്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ
അത്രയും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ഹറാമായ ഒന്ന് കടന്നു വരാൻ പാടില്ല. ഇതിൽ ഒരു കാര്യമുണ്ട്, മറ്റേ ഇപ്പോൾ ചീട്ട് പോയ ലുഡോ പോ ചില കാര്യങ്ങൾ കളിക്കുമ്പോൾ അത് ഒരു കളിയുടെ സ്കില്ലല്ലേ, എന്നാൽ സ്കില്ലിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് സംശയം വന്നേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഗെയിംസാണ്. അതെ അതെ. ഇപ്പോൾ ലുഡോ ഫോണിൽ കളിക്കുന്ന ആൾക്കറിയാം, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 6 വരുമോ 3 വരുമോ 2 വരുമോ 1 വരുമോ എന്നുള്ളത് ആ ആപ്പ് റാൻഡമായി തീരുമാനിക്കുന്നതാണ്, കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നതാണ്. അല്ല, കയ്യിൽ കുലുക്കിയിടുകയാണെങ്കിലും കയ്യിൽ ഒലുക്കിയിടുകയാണെങ്കിലും സ്വാഭാവികമായിട്ടും ഇത് തിരിഞ്ഞു വരുന്നത് സയന്റിഫിക്കലി മെഷർ ചെയ്ത് വരുന്നതല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു കഴിയുന്ന ഒരു സാധനമല്ല. ഇത് വളരെ യാദർശികമാണ്. ചീട്ടാണെങ്കിലും ചീട്ട് കശക്കി ഇടുന്നു, അത് ഇട്ടിട്ട് റാൻഡമായിട്ട് ഒരാൾക്കും കിട്ടുന്നു. ആ റാൻഡമായിട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്കാർക്കും കിട്ടുന്ന കാർഡുകൾ വ്യത്യസ്തമായിരിക്കാം. അതായത് എൻ്റെ സ്കില്ല് അനുസരിച്ചല്ല എനിക്ക് കാർഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എഫേർട്ട് എടുത്ത് നേടിയെടുത്തതല്ല ആ കാർഡ്. ഇത് റാൻഡമായി ഒരാൾ ഇട്ടത് കൊണ്ട് എനിക്ക് കിട്ടിയ കാർഡാണ്. ആ കാർഡ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ തോൽക്കും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജയിക്കും. അപ്പോൾ തികച്ചും യാദൃശ്ചികമായി സംഭവിക്കുന്ന എന്തെങ്കിലും കുരുകൾ എറിഞ്ഞ് അതിന് പ്രത്യേക നമ്പറുകൾ വീഴുന്നതോ അല്ലെങ്കിൽ പ്രത്യേക കാർഡുകൾ പ്രത്യേക രീതിയിൽ റാൻഡമായി വരുന്നതോ കൊണ്ടോ ഒരാൾ ജയിക്കുകയും ഒരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നു. അഥവാ തികച്ചും യാദൃശ്ചികമായി, ഇപ്പം നറുക്കെടുപ്പ് അങ്ങനെയാണ്, ലോട്ടറി അങ്ങനെയാണ്, യാദൃശ്ചികമായി അർഹതയൊന്നുമില്ലാതെ എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ഒരാൾ വിജയിക്കപ്പെടുന്നതാണ്. അത്തരം വിജയങ്ങൾക്ക് അവിടെ ഒരു അർഹതയും ഒന്നും നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒന്നും ലഭിക്കേണ്ടതായിട്ടൊരു അർഹതയും മറ്റൊരാളുടെ സമ്പത്ത് കിട്ടുന്നതായിട്ടൊരു അർഹതയും ഇല്ല എന്നുള്ളതാണ്. മറ്റൊരാളുടെ സമ്പത്ത് കിട്ടണമെങ്കിൽ ഇസ്ലാം പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം തൃപ്തികരമായി ഇടപാട് നടക്കണം. അവിടെ ഒരു കച്ചവടത്തിൽ അവിടെ അത് നടക്കുന്നുണ്ട്. ഒരു ഞാൻ കൊടുക്കുന്ന മൂല്യത്തിന് അതേ മൂല്യത്തിനുള്ള ഒരു സാധനം എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. പലപ്പോഴും നറുക്കെടുപ്പുകളിൽ അത് നടക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ട്രാൻസാക്ഷൻ നടക്കാത്തിടത്തോളം ആ ഒരു ഇടപാടിൽ ഭയങ്കര പ്രശ്നമുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സമ്പത്തിലേക്ക് ഒരിക്കലും ഹറാമായ, അള്ളാഹു വിരോധിച്ച ഒരു സമ്പത്ത് കടന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു നിയ്യത്തോടു കൂടെ തന്നെ ഈ മൈസൂരിൻ്റെ ഏത് ആധുനിക രൂപം വന്നു കഴിഞ്ഞാലും അതിലേക്ക് നമ്മൾ പോകാതെ മറ്റുള്ള ആളുകളൊക്കെ അതിലേക്ക് പോയിട്ട് പണം സമ്പാദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ആ സമ്പാദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.